ഏവർക്കും ലാൻഡ്മാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. NDA 2024 സെക്ഷനിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ അവതരിപ്പിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും വീഡിയോ മുഴുവനായി കാണാൻ അതേ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തേർഡ് പാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. If the product of the roots of equation x square minus 5x plus k is equal to 15 is minus 3, the value of k. Question പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് കെ ഇസ് ഈക്വൽ ടു 15. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് 15 കോൺസ്റ്റൻറ്റും കെയും കോൺസ്റ്റൻ്റാണ്. അത് ഒരുമിച്ച് എഴുതാൻ വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാം? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് കെ 15 ഇപ്പുറത്ത് കൊണ്ടുവന്ന മൈനസ് 15 ഈസ് ഈക്വൽ ടു 0 ആയി. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ആണ് -3. ദാറ്റ് മീൻസ് ആൽഫ ബീറ്റ എന്ന് പറയുന്നതാണ് -3. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്താണ്? അത് കോൺസ്റ്റൻറ്റ് സി ഡിവൈഡഡ് ബൈ എ ആണ്. പ്ലസ് സി എന്ന് പറയുന്നതാണ് കെ മൈനസ് 15. കെ മൈനസ് 15 ഡിവൈഡ് ബൈ എ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കൊഫിഷ്യൻറ്റ് 1 ആണ്. അതുകൊണ്ട് അവിടെ എഴുതുന്നില്ല. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ കെ എന്ന് പറയുന്നത് -3 പ്ലസ് 15 സമം എത്രയാണ്? കെ ഇസ് ഈക്വൽ ടു 12 എന്ന ഉത്തരം കിട്ടും. നമ്മുടെ ഓപ്ഷൻ നമ്പർ എ ആണ് കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടന്നാൽ, if alpha beta are the roots of the equation 4x square plus 3x plus 7 is equal to 0, what is the value of alpha raised to -2 plus beta raised to -2? 4x square plus 3x plus 7 is equal to 0. നമുക്ക് ആദ്യം കണ്ടുപിടിക്കുക എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -3/4 ആൻഡ് ആൽഫ ബീറ്റ എന്താണ്? 7/4. 7/4. ഇനി നമുക്ക് എന്താണ്? ആൽഫ റേസ് ടു -2 പ്ലസ് ബീറ്റ റേസ് ടു -2 എന്ന് പറയുന്നത് 1/ആൽഫ സ്ക്വയർ പ്ലസ് 1/ബീറ്റ സ്ക്വയർ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ. ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ വെച്ച് എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ -2 ആൽഫ ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. അങ്ങനെ ചെയ്യും ആൽഫ ബീറ്റ ദ ഹോൾ സ്ക്വയർ. ഇനി ഇക്വേഷൻ്റെ വാല്യൂസ് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്? -3/4 ദ ഹോൾ സ്ക്വയർ മൈനസ് 3/4 ദ ഹോൾ സ്ക്വയർ -2 ഇൻറ്റു ആൽഫ ബീറ്റ എത്രയാണ്? 7/4 ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ 7/4 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 സ്ക്വയർ 9, 9/16 മൈനസ് 7 2s are 14/4 ഡിവൈഡഡ് ബൈ 49 ഡിവൈഡഡ് ബൈ 16. ഇതിനെ കുറയ്ക്കാൻ വേണ്ടി ഇവിടെ 16 ആക്കിയാൽ മതിയല്ലോ. അപ്പം 9/16 ഇവിടെ 16 ആക്കാൻ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിൽ 4 കൊണ്ട് ഗുണിക്കണം. 14 × 4 56 ഡിവൈഡഡ് ബൈ 16 ഹോൾ ഡിവൈഡഡ് ബൈ 49 ഡിവൈഡഡ് ബൈ 16. അപ്പോൾ എത്രയാണ്? 9 മൈനസ് 56. 56ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ -47. -47 ഡിവൈഡഡ് ബൈ 16 ഡിവൈഡഡ് ബൈ 49/16. അപ്പം 16 16 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഫൈനൽ ആൻസർ എത്രയാണ്? -47 ഡിവൈഡഡ് ബൈ 49. ഓപ്ഷൻ -47/49. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അടുത്ത വീഡിയോയിലോട്ട് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. If the r and s are the root of the equation x square plus px plus q, find the value 1/r square plus 1/s square. x square plus px plus q is equal to 0. അപ്പോൾ എന്താണ്? ആറും എസുമാണ് ഇവിടുത്തെ റൂട്ട്. അപ്പോൾ എന്താണ്? r പ്ലസ് എസ് എന്ന് പറയുന്നത് -p ആണ്.
ആർ ഇൻറ്റു എസ് എന്ന് പറയുന്നത് ക്യൂ ആണ്. നമുക്ക് വേണ്ടുന്നത് 1/r² പ്ലസ് 1/s². അതിനെ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? r² പ്ലസ് s² ഡിവൈഡഡ് ബൈ r² s². നേരത്തെ ചെയ്ത കണക്ക് പ്രകാരം r² പ്ലസ് s² എങ്ങനെ എഴുതാം? r പ്ലസ് s the whole square minus 2 into rs divided by rs the whole square. അപ്പോൾ r പ്ലസ് എന്താണ്? r പ്ലസ് മൈനസ് പി the whole square minus 2 into rs ക്യൂ ആണ് ഡിവൈഡഡ് ബൈ q². അപ്പോൾ ഫൈനൽ ആൻസർ മൈനസ് p² minus 2q divided by q². This is the right answer. But p² minus 2q divided by q². D is the correct answer. Next question. Alpha beta are the roots of the equation. Roots of x² plus 4x plus 6 is equal to 0. Then what is the value of alpha cube plus beta cube? Alpha cube plus beta cube. Alpha cube with beta cube in the values നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ഇക്വേഷൻ? ആദ്യം നമുക്ക് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് എന്നാണ് എഴുതാം. ഫോർമുല നമുക്ക് ആദ്യം പഠിച്ചിരിക്കണം. എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ഇതാണ് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബിൻ്റെ ഇക്വേഷൻ. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കണം. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ ദാറ്റ് ഈസ് ഈക്വൽ ടു -4. ആൽഫ ബീറ്റ എന്താണ്? 6. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും -4 the whole raised to 3 -3 ഇൻറ്റു ആൽഫ ബീറ്റ ഇൻറ്റു 6 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ -4. -4 raised to 3 -64. മൈനസും മൈനസ് എത്ര ആവും? പ്ലസ് ആവും. 24 ഇൻറ്റു 3 ആവുന്നത് 12 72 ഈസ് ഈക്വൽ ടു 8. ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു 8 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഇക്വേഷൻ x² പ്ലസ് 2x minus 143 is equal to 0. സം ഓഫ് ദ സ്ക്വയർ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വാല്യൂ നമുക്ക് എത്ര എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 2 ആണ്, 2 സ്ക്വയർ ആണ്. -2 ഇൻറ്റു ആൽഫ ബീറ്റ -143 ആണ്, -143. ആൽഫ സ്ക്വയർ എന്ന് വെച്ചാൽ 4. മൈനസും മൈനസും പ്ലസ് ആവും. 6 8 286 4 290 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ ഡി. ഇതുപോലെ ഇതോടുകൂടി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്റർ അവസാനിക്കുന്നു. അടുത്ത ബൈനോമിയൽ തിയറം ആയിരിക്കും അടുത്ത വീഡിയോസ് ഉണ്ടാവുക. എല്ലാവരും സ്റ്റേ ട്യൂൺ വിത്ത് ദിസ് ലാൽമാക്സ് ചാനൽ. എല്ലാവരും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.